പ്ലൂട്ടോ എന്ന് പറയുന്ന ഈ ടൈറ്റിലാണ്. അത് ഭേദഗതി ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ. പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമ ഗംഭീരമാവട്ടെ. ഇതിലെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും വലിയ വിജയം ആശംസിക്കുന്നു. നിർമ്മാതാവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വലിയ വിജയമായി തീരട്ടെ. വലിയ ആശ്വാസമുള്ളത് പ്ലൂട്ടോ എന്ന് പറയുന്ന ഈ ടൈറ്റിലാണ്. അത് ഭേദഗതി ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി മാറിയത്. അന്ന് സോവിയറ്റ് ലിറ്ററേച്ചർ ഒരുപാട് മലയാളത്തിലേക്ക് വരുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ സൗരയൂഥം ഞങ്ങൾ അങ്ങനത്തെ പുസ്തകങ്ങളിലാണ് നോക്കി കളർ പടങ്ങൾ കണ്ടത്. അവിടെയാണ് ആദ്യമായി പ്ലൂട്ടോയെ കാണുന്നത്. ഈ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് പ്ലൂട്ടോ എന്നാണ്, പ്ലാനറ്റാണ് പ്ലൂട്ടോ എന്നാണ് ഞങ്ങൾ പറഞ്ഞു പഠിച്ചത്. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് നോ ലോങ്ങർ കൺസിഡേർഡ് എ പ്ലാനറ്റ്. അതൊരു ഗ്രഹമല്ല ഇപ്പോൾ. അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൻ്റെ ചില ഗുണങ്ങളുണ്ട്, എല്ലാ ഗുണങ്ങളും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് അണ്ടർ ഡോഗാണ്. അത് ഒരു സിനിമയ്ക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്, അല്ലെങ്കിൽ ഒരു നായകനായിരിക്കും. അപ്പോൾ ബഹിരാകാശ സംബന്ധിയായ എൻ്റെ ഈ ജ്ഞാനം നിങ്ങളോട് പകർന്നു തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ്. സാധാരണ നമ്മൾ ഏറിപ്പോയി എന്ന് പറയാറുണ്ട്. ഞാനൊക്കെ പലതവണ ഏറിപ്പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്ലൂട്ടോയിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും അകലെയാണല്ലോ പ്ലൂട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പല സഹപ്രവർത്തകരും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും, ഞങ്ങളെ വിഷയം ചെയ്യും. പക്ഷേ ഈ പ്ലൂട്ടോ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ. ലോകമെമ്പാടും വലിയ കളക്ഷൻ ഈ പ്ലൂട്ടോയ്ക്ക് ഉണ്ടാവട്ടെ. എനിക്ക് കുറച്ച് തിരക്കുകളുള്ള ദിവസമാണ്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പറഞ്ഞ് ഇവിടുന്ന് പോകാൻ. താങ്ക് യു സോ മച്ച്.